അപാനാസനം. ഇതിനായി നമ്മൾക്ക് ആദ്യം സ്റ്റാർട്ടിംഗ് പൊസിഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ശവാസനത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വന്നാൽ മതി. ശവാസനത്തിൽ നിന്ന് വളരെ പതിയെ കാലുകൾ കുത്തി നിർത്തുക. ഇവിടെ കാലുകൾക്കിടയിൽ ഷോൾഡർ അളവിൽ, അതായത് നമ്മുടെ ഇടത്തെ ഷോൾഡറിൽ നിന്ന് വലത്തെ ഷോൾഡറിലേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടോ അതേ ഗ്യാപ്പ് നിങ്ങളുടെ കാലുകൾക്കിടയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ കൈപ്പത്തി കമിഴ്ത്തി ശരീരത്തിന് ഇരുവശത്തുമായിട്ട് വെക്കണം. ഇതാണ് അപാനാസനത്തിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇവിടെ നിന്ന് പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ ഉയർത്തിക്കൊണ്ടുവരിക, മുട്ടുകൾ വയറിലേക്ക് കൊണ്ടുവരിക, കൈകൾ പതിയെ മുട്ടിന് മുകളിലേക്ക് കൊണ്ടുവരിക, ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, കൈകൾ കൊണ്ട് ചെറുതായിട്ട് മുട്ടുകളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കൈകൾക്ക് വലിയ റോളില്ല. വയറിലെ പേശികളുടെ ബലത്തിലാണ് മുട്ടുകൾ വയറിനോട് ചേർന്നിരിക്കുന്നത്. ഒരു 5 കൗണ്ട് മനസ്സുകൊണ്ട് എണ്ണിയതിന് ശേഷം പതിയെ കാലുകൾ ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക് തിരിച്ചിറക്കി കൊണ്ടുവരിക. പഴയ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്കാണ് നമ്മൾ മടങ്ങി വരേണ്ടത്. ഒരു 3 സെക്കൻഡ് 3 കൗണ്ട് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വിശ്രമിച്ചതിന് ശേഷം വീണ്ടും അപാനാസനം ആവർത്തിക്കുക. 5 സെറ്റ് മുതൽ 7 സെറ്റ് വരെ നിങ്ങൾക്ക് അപാനാസനം ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടാണ് കാലുകൾ താഴേക്ക് കൊണ്ടുവരുന്നത്. ദിവസം കുറേ നേരം ഒരേ പോസ്റ്ററിൽ നിൽക്കുന്നവരോ കിടക്കുന്നവരോ നടക്കുന്നവരോ ഒക്കെയാണ് നിങ്ങളെങ്കിൽ ഈ അപാനാസനം നമ്മുടെ നട്ടലിലുള്ള വളവുകളെ യഥാക്രമം നിലനിർത്തുന്നതിന് വളരെ സഹായകരമായിട്ടുള്ള ഒരു ആസനമാണ്. നടുവേദന പ്രത്യേകം ശ്രദ്ധിക്കുക, നടുവേദന ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നട്ടല് വടി പോലെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ താഴ്ഭാഗത്തും നട്ടലിന്റെ മുകൾ ഭാഗത്തുമുള്ള കർവുകൾ, വളവുകൾ കൃത്യമായ അളവിൽ നിൽക്കേണ്ടതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പഠിക്കാനായിട്ടും ജോലി ചെയ്യാനും എല്ലാം അധിക നേരം ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നട്ടലിന് പിൻഭാഗത്തെ പേശികളും നട്ടലിന് ഇരുവശത്തുള്ള പേശികളും അതുപോലെ കാലിന് പിൻവശത്തെ പേശികളും കാലാന്തരത്തിൽ മുറുകി വരുന്നതായി കാണാറുണ്ട്. ഈ മുറുക്കം കുറച്ചുകൊണ്ട് വരാനും മുതുകിലെ പേശികളും നമ്മുടെ ഹാംസ്ട്രിങ് പേശികളും എല്ലാം അയഞ്ഞു വരാനും ഈ അപാനാസനം വളരെയധികം സഹായകരമാണ്. ഇനി ചെയ്യാനുള്ളത് സേതുബന്ധാസനമാണ്. ഇത് ഒരു സ്ട്രെങ്തനിങ്, നമ്മുടെ പേശികൾക്ക് കരുത്ത് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു യോഗാസനമാണ്. ഇതിനായി ആദ്യം പഴയതുപോലെ ശവാസനത്തിലേക്ക് വരിക. ശവാസനത്തിൽ അല്പനേരം വിശ്രമിക്കുക. ശവാസനത്തിൽ കിടക്കുമ്പോൾ കാലുകൾക്കിടയിൽ ഒരു 45 ഡിഗ്രി വി ഷേപ്പ് ആംഗിൾ ഉണ്ടായിരിക്കണം. കൈകൾ ശരീരത്തിൽ നിന്ന് 45 ഡിഗ്രി അകലത്തിലായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പതിയെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വരാം. നമ്മൾ നേരത്തെ ചെയ്ത അപാനാസനത്തിന്റെ അതേ സ്റ്റാർട്ടിംഗ് പൊസിഷനാണ്. കാലുകൾ പതിയെ കുത്തി നിർത്തുക. കാൽപാദങ്ങൾക്കിടയിൽ ഇടത്തെ ഷോൾഡറിൽ നിന്ന് വലത്തെ ഷോൾഡറിലേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടോ അതേ ഗ്യാപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൈകൾ ശരീരത്തിന് ഇരുവശത്തുമായി കമിഴ്ത്തി വെക്കുക. ഇതാണ് സേതുബന്ധാസനത്തിന്റെയും അപാനാസനത്തിന്റെയും ഇനി പറയാൻ പോണ പവനമുക്താസനത്തിന്റെയും എല്ലാം കോമൺ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇനി നമുക്ക് സേതുബന്ധാസനത്തിലേക്ക് കടക്കാം. പതിയെ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ഇടുപ്പ് ഉയർത്തിക്കൊണ്ടുവരിക. നിലത്ത് നിന്ന് ഇടുപ്പ് ഉയർത്തിക്കൊണ്ടുവരിക. നിങ്ങൾക്കിപ്പോൾ കാണാം, ഏതാണ്ട് ഒരു പലക ചാരി വെച്ചതുപോലെയാണ് നിങ്ങളുടെ അപ്പർ ബോഡി ഇപ്പം നിൽക്കുന്നത്. ഈ ഒരു ചരിച്ചിട്ട പലകയുടെ ആകൃതിയിലേക്ക് വന്നതിന് ശേഷം അല്പനേരം ഹോൾഡ് ചെയ്യുക. ഈ അവസരത്തിൽ നടുവിന് പിൻഭാഗത്തെ പേശികൾ നല്ല ടൈറ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും. അല്പനേരം അങ്ങനെ തുടർന്നതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് പതിയെ നടു താഴെ കൊണ്ടുവയ്ക്കുക. വീണ്ടും ശ്വാസം എടുത്ത് ഉയർന്നു വരിക. ശ്വാസം വിട്ടുകൊണ്ട് താഴെ പോവുക. ഇങ്ങനെ 3 മുതൽ 5 സെറ്റുകൾ വരെ സേതുബന്ധാസനം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു സ്ട്രെങ്തനിങ് എക്സർസൈസ്, അതായത് നടുവിന് പിൻഭാഗത്തെ പേശികൾക്ക് കരുത്ത് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു വ്യായാമം ചെയ്തു. ഇനി അടുത്തതായിട്ട് ഒരു സ്ട്രെച്ചിങ് യോഗാസനമാണ്. നടുവിന് പിൻഭാഗത്തെ പേശികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് യോഗാസനമാണ്. ഇതിനായിട്ട് നമുക്ക് പവനമുക്താസനം തിരഞ്ഞെടുക്കാം. പവനമുക്താസനം നമ്മൾ ചെയ്യുന്ന അപാനാസനവുമായിട്ട് വളരെ അടുത്ത് സാമ്യത പുലർത്തുന്ന ഒരു യോഗാസനമാണ് പവനമുക്താസനം. അപാനാസനത്തിൽ നിന്ന് പവനമുക്താസനത്തിലേക്ക് വരുമ്പോൾ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പവനമുക്താസനം തുടങ്ങുന്നതിനായി ആദ്യം സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വരിക. പവനമുക്താസനത്തിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ നമ്മുടെ അപാനാസനത്തിന്റെയും സേതുബന്ധാസനത്തിന്റെയും എല്ലാം സ്റ്റാർട്ടിംഗ് പൊസിഷന് സമാനമായിട്ടുള്ള സ്റ്റാർട്ടിംഗ് പൊസിഷനാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം ശവാസനത്തിൽ അല്പനേരം വിശ്രമിക്കാം. ശേഷം ശവാസനത്തിൽ നിന്ന് കണ്ണുകൾ തുറന്ന് കാലുകൾ പതിയെ കുത്തി നിർത്തുന്ന ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഈ കുത്തി നിർത്തുന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ കാലുകൾക്കിടയിൽ ഷോൾഡർ അളവിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ഇടത്തെ ഷോൾഡറിൽ നിന്ന് വലത്തെ ഷോൾഡറിലേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടോ അതേ ഗ്യാപ്പ് നിങ്ങളുടെ കാലുകൾക്കിടയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ കൈപ്പത്തി കമിഴ്ത്തി ശരീരത്തിന് ഇരുവശത്തുമായിട്ട് വയ്ക്കുക. ഇതാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇവിടെ നിന്ന് പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ ഉയർത്തിക്കൊണ്ടുവരിക. മുട്ടുകൾ വയറിലേക്ക് കൊണ്ടുവരിക. ഇവിടെയാണ് അപാനാസനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പവനമുക്താസനത്തിനുള്ള വ്യത്യാസം.
കൈകൾ പതിയെ മുട്ടിന് താഴെയായിട്ട് കൂട്ടിക്കെട്ടണം. അപാനാസനത്തിൽ നമ്മൾ ചെയ്യുന്നത് കൈമുട്ടുകൾക്ക് മുകളിലേക്ക് കൈപ്പത്തി ചെറുതായിട്ടൊന്ന് വെച്ച് ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കൈകൾ കൂട്ടിക്കെട്ടുകയാണ് ചെയ്യുന്നത്. അതായത് അപാനാസനവുമായി കമ്പയർ ചെയ്യുമ്പോൾ പവനമുക്താസനത്തിൽ കൈകൾക്ക് വലിയ റോളുണ്ട്. കൈകളുടെ സഹായത്തോടു കൂടിയാണ് മുട്ടുകൾ വയറിനോട് ചേർന്ന് വരുന്നതും നമ്മുടെ നടുവിന്റെ താഴ്ഭാഗത്ത് ഒരു നല്ല സ്ട്രെച്ച് ഉണ്ടാവുന്നത്. ഒരു 5 കൗണ്ട് മനസ്സിൽ എണ്ണിയതിന് ശേഷം പതിയെ കാലുകൾ ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക് ഇറക്കുക. അങ്ങനെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വരിക. 3 മുതൽ 5 സെറ്റ് വരെ പവനമുക്താസനം നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാവുന്നതാണ്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങൾ മുട്ടുകൾ എങ്ങോട്ട് കൊണ്ടുപോകണം? വയറിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഒരു അല്പനേരം ഹോൾഡ് ചെയ്യണം. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ താഴേക്ക് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഇത്ര നേരം പറഞ്ഞ യോഗാസനങ്ങളെല്ലാം കിടന്നിട്ടുള്ള യോഗാസനങ്ങളാണ്. നടുവിനെ ഉദ്ദേശിച്ചിട്ടുള്ള കിടന്നിട്ടുള്ള യോഗാസനങ്ങളാണ്. ഇനി നമുക്ക് അധിക ദൂരം യാത്ര ചെയ്യുമ്പോഴോ നിങ്ങളുടെ ഓഫീസിൽ അധിക നേരം ഇരിക്കേണ്ടി വരുമ്പോഴോ ടീച്ചേഴ്സിന് ഒരുപാട് നേരം നിന്നിട്ട് നടു കഴിക്കുമ്പോഴോ എല്ലാം ചെയ്യാൻ സാധിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യോഗാസനത്തിലേക്ക് കടക്കാം. ഇതൊരു എക്സർസൈസ് ആണ്, ഒരു മോഡിഫൈഡ് എക്സർസൈസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഹാഫ് സ്റ്റാൻഡിങ് ഫോർവേഡ് ബെൻഡ് എക്സർസൈസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് വളരെ അനായാസകരമായിട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ബാക്ക് സ്ട്രെച്ച് ആണ്. ഇപ്പോൾ കോളേജിൽ വെച്ചോ ഓഫീസിൽ വെച്ചോ സ്കൂളിൽ വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ദീർഘദൂരം ഒരു യാത്ര പോവുകയാണ്, നിങ്ങളുടെ വാഹനത്തിന്റെ സപ്പോർട്ടോടു കൂടിയൊക്കെ നിസ്സാരമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സർസൈസ് ആണ് ഹാഫ് സ്റ്റാൻഡിങ് ഫോർവേഡ് ബെൻഡ് സ്ട്രെച്ച്. ഇതിനായി ആദ്യം നിങ്ങളുടെ വാഹനത്തിന് നേരെയോ ചുവരിന് നേരെയോ റിലാക്സ് ചെയ്ത് നിൽക്കുക. കാലുകൾക്കിടയിൽ ഷോൾഡർ അളവിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. പതിയെ കൈകൾ സ്ട്രെച്ച് ചെയ്ത് ചുവരിലേക്ക് തൊടുക. ഇനി കൈകൾ പതിയെ താഴേക്ക് ഇറക്കി വയറിനും കാലിനും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുന്നത് വരെ കൊണ്ടുവരിക. ഇപ്പൊ നിങ്ങൾ മുന്നോട്ട് കുനിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ വയറിനും കാലുകൾക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് നിങ്ങൾ ഈ പോസ്റ്ററിലേക്ക് പതിയെ വരേണ്ടത്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ചുവരിന്റെ സപ്പോർട്ടോടു കൂടി മാത്രം മുന്നിലേക്ക് വളഞ്ഞു വന്നാൽ മതിയാവും. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കാലുകൾക്കിടയിൽ ഷോൾഡർ അളവിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി പതിയെ ശ്വാസം എടുത്തുകൊണ്ട് തിരികെ ഉയർന്നു വരിക. ഉയർന്നു വരുമ്പോൾ നിങ്ങൾക്ക് ചുവരിന്റെ സപ്പോർട്ട് എടുക്കാം. അല്ല വാഹനത്തിനടുത്താണെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ കൈവച്ച് പതിയെ ഉയർന്നു വരാം. ഇങ്ങനെ 3 മുതൽ 5 സെറ്റ് നിങ്ങൾക്ക് ഹാഫ് സ്റ്റാൻഡിങ് ഫോർവേഡ് ബെൻഡ് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. അവസാനമായി നമുക്കൊരു സ്ട്രെച്ചിങ് എക്സർസൈസ് ആണ്, ഇതേപോലെ തന്നെ കിടന്നിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് എക്സർസൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ യോഗാസനത്തിലേക്ക്, യോഗ പ്രാക്ടീസിലേക്ക് കടന്നു വരികയാണ്. ഹസ്തപാദാങ്കുഷ്ടാസനം. അതായത് ഹസ്തം, നമ്മുടെ കൈകൾ പാദാങ്കുലിയിലേക്ക്, കാൽവിരലുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സർസൈസ് ആണിത്. സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ കാലിന് പിറകുവശത്തെ പേശികൾ, നമ്മുടെ ഹാംസ്ട്രിങ് മസിലുകൾ വളരെ ടൈറ്റ് ആയിരിക്കും. ഈ ടൈറ്റ്നെസ് ഒന്ന് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു കട്ടിലോ തറയിലോ ഒക്കെ കിടന്നിട്ട് നിങ്ങളുടെ കാൽമുട്ട് മടക്കാതെ കാലുകൾ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. പലപ്പോഴും നിങ്ങൾക്ക് കാൽമുട്ടിൽ ഒരു വളവോടുകൂടി മാത്രമായിരിക്കും നിങ്ങളുടെ കാലുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഈ മുട്ടിലുണ്ടാകുന്ന വളവ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ തുടയുടെ പിൻഭാഗത്തെ പേശികൾ ടൈറ്റ് ആണ്, അവയ്ക്ക് വേണ്ടത്ര ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നാണ്. ഇപ്രകാരം തുടയുടെ പിൻഭാഗത്തുള്ള പേശികൾ, ഹാംസ്ട്രിങ് പേശികൾ ടൈറ്റ് ആയിട്ടിരിക്കുന്നത്, മുറുക്കമുള്ളതായിട്ടിരിക്കുന്നത് നമ്മുടെ പോസ്ചറുകളെ ഒരുപാട് ബാധിക്കുകയും കാലക്രമേണ ഇത് കാരണം മുതുക് വേദന അനുഭവപ്പെടാനും കാരണമാകും. ഇത്തരം അവസരങ്ങളിൽ മുതുകിലെയും നമ്മുടെ കാലിന്റെ പിറകുവശത്തെ പോസ്റ്റീരിയർ മസിൽ ഗ്രൂപ്പുകളിലെ പേശിക്കെട്ടുകളെ മാറ്റുന്നതിനും നല്ലൊരു സ്ട്രെച്ച് ശരീരത്തിന് കിട്ടാൻ സഹായകരമാകുന്ന ഒരു യോഗാസനമാണ് ഈ ഹസ്തപാദാങ്കുഷ്ടാസനം. നമ്മളിവിടെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഹസ്തപാദാങ്കുഷ്ടാസനമല്ല ചെയ്യുന്നത്, അത് സപ്പോർട്ട് ഇല്ലാതെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കാണപ്പെടുന്ന രോഗികളിൽ വളരെയധികം ഹാംസ്ട്രിങ് സ്ട്രെച്ച് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള അല്പം വ്യത്യാസമുള്ള ഒരു ഹസ്തപാദാങ്കുഷ്ടാസനമാണ് ചെയ്യാൻ പോകുന്നത്. അതും ഒരു ചുവരിന്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനായി നിങ്ങൾക്ക് ആദ്യം ഒരു ചുവരിനടുത്തായി സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് കിടക്കാം. ഇതിന് ശേഷം പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കാലുകൾ ചുവരിലേക്ക് ചവിട്ടി കയറുക. മനസ്സിലായില്ലേ? കാലുകൾ പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ചവിട്ടി കയറുക. പതിയെ കാലുകൾ നിവർത്തി മുട്ടിലെ വളവില്ലാത്ത രീതിയിൽ കൊണ്ടുവരിക. ഇതിനോടൊപ്പം നിങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് കാലിലെ തള്ളവിരലുകൾ കോർത്തങ്ങ് പിടിക്കുക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് കാലിലെ തള്ളവിരലുകൾ കോർത്ത് പിടിക്കുക. ഇപ്രകാരം കോർത്ത് പിടിച്ച ശേഷം മുട്ടിലെ വളവ് പതിയെ നിവർത്തി വരിക.
ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് നിങ്ങൾ ഇപ്രകാരം കാൽമുട്ട് നിവർത്തി വരേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം വേദന ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളിങ്ങനെ മുട്ടുകൾ ഒരുമിച്ച് ഒറ്റയടിക്ക് നിവർത്തിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. പതിയെ ദിവസം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ സ്ട്രെച്ചിങ് കൂട്ടി കൊണ്ടുവരാൻ സാധിക്കും. ഫിനിഷ് ചെയ്യുമ്പോൾ കാൽമുട്ടുകൾ പൂർണ്ണമായും നിവർന്ന അവസ്ഥയിലായിരിക്കുന്നതാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരു പോസ്ചർ എന്ന് പറയുന്നത്. അതായത് പെർഫെക്റ്റ് പോസ്ചർ എന്ന് പറയാം. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസം തന്നെ ഈ മുട്ടൊക്കെ അത്ര നിവർന്ന് വരാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചുവരിന്റെ സപ്പോർട്ടോടുകൂടി മുട്ടൊരൽപ്പം മടക്കുണ്ടായാലും കുഴപ്പമില്ല. മാക്സിമം നമ്മുടെ കൈവിരലുകൾ കാൽവിരലുകളിലേക്ക് എത്തിച്ച് കോർത്ത് പിടിച്ച് കാലിന് പിന്നിലുള്ള പേശികളിലേക്ക് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. കാലിന് പിന്നിലുള്ള പേശികളിലേക്ക് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. ഇപ്രകാരം പറ്റുന്ന രീതിയിൽ മുട്ട് നിവർത്തി ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ തന്നെ നിലനിർത്തിയ ശേഷം പതിയെ ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരിക. കാല് ഉയർത്തുന്നതിനോടൊപ്പം ശ്വാസം പുറത്തേക്ക് വിട്ടു, കാല് താഴ്ത്തുന്നതിനൊപ്പം ശ്വാസം അകത്തേക്ക് എടുത്തു. ഹസ്തപാദാങ്കുഷ്ടാസനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വലത്തേ കാലിൽ മാത്രം ചെയ്തു നോക്കാം, അതിനുശേഷം ഇടത്തെ കാലിൽ മാത്രം ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഇവിടെ നമ്മൾ ചുവരിന്റെ സഹായത്തോടു കൂടി 2 കാലുകളും ഒരുമിച്ച് ഉയർത്തുന്ന ഒരു സ്ട്രെച്ചിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഹസ്തപാദാങ്കുഷ്ടാസനം കുറഞ്ഞ പക്ഷം 3 സെറ്റ് അല്ലെങ്കിൽ 5 സെറ്റ് ചെയ്യേണ്ടതാണ്. സോ ഈ ഒരു ആസനത്തോടുകൂടി, ഹസ്തപാദാങ്കുഷ്ടാസനത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി യോഗയിലേക്ക് കടന്നു വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, പെട്ടെന്നൊരു വെട്ടിപ്പിടുത്തമോ ഉളുക്കോ ചതവോ നട്ടലിന് ഫ്രാക്ചറോ സംഭവിച്ച് നടുവേദന അനുഭവപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ യോഗാസനങ്ങളിലേക്ക് ആദ്യമേ കടന്നു വരരുത്. ഇങ്ങനെയുള്ള കേസുകളിൽ പെട്ടെന്നൊരു വേദന സംഭവിക്കുമ്പോൾ മരുന്ന് കഴിച്ച് ഡോക്ടർ ഒരു വിശ്രമകാലം പറയും. ആ വിശ്രമകാലം നിങ്ങൾ തീർച്ചയായിട്ടും വിശ്രമം തന്നെ നൽകുക ശരീരത്തിന്. ഇത് നട്ടലിന് പരിക്ക് പറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുള്ള കാര്യമാണ് ഈ വിശ്രമകാലം. ആ സമയത്ത് ഞാനിപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള യോഗാസനങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങളോ യാതൊരു കാരണവശാലും ചെയ്യരുത്. കാരണം നട്ടലിനുണ്ടാകുന്ന ഏത് പരിക്കും ഭേദമാകുന്നതിന് വിശ്രമകാലം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു തവണ നിങ്ങൾക്കൊരു പരിക്ക് പറ്റി നിങ്ങൾ വിശ്രമിക്കുകയാണെങ്കിൽ ആ വിശ്രമശേഷം കൃത്യമായ വ്യായാമം ചെയ്തു വേണം നിങ്ങൾ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ വേദന കൂടാതെ നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യമാവുകയുള്ളൂ. ഈ പ്രാക്ടീസുകളിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ചെയ്യുമ്പോൾ എന്തെങ്കിലും വേദന തോന്നുകയാണെങ്കിലോ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ നൽകുന്നതാണ്. നിങ്ങൾക്ക് എനിക്ക് നേരിട്ട് സന്ദേശം അയക്കാം, നേരിട്ട് ബന്ധപ്പെടാം, നേരിട്ട് വന്ന് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വ്യക്തിഗതമായിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള യോഗ കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. സോ മറ്റേതൊരു വീഡിയോ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമന്റ് രൂപത്തിൽ താഴെ ആഡ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഒരു കാര്യം കൂടി, മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോ ചെയ്യാനുള്ള വിഷയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നിരിക്കട്ടെ, ആയുർവേദ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നിരിക്കട്ടെ, യോഗ സംബന്ധമായിട്ടുള്ള സംശയങ്ങളുണ്ടെന്നിരിക്കട്ടെ, താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി വീഡിയോ രൂപത്തിൽ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും